ഇതിപ്പോ നമ്മുടെ ലാസ്റ്റ് ഡേയിലേക്ക് എത്തി നിൽക്കുകയാണ്. നാളെയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാച്ച് തുടങ്ങുകയാണ്. അപ്പോൾ വിനുപേട്ടനോട് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഫസ്റ്റ് ഡേ ക്യാമ്പിന് വന്നപ്പോൾ തൊട്ട് ഇവിടെ വരെയുള്ള ആ ജേണി എങ്ങനെയായിരുന്നു? അതിനുള്ളിലുണ്ടായ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയായിരുന്നു? മെമ്മറീസ് എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ എന്താണ് പറയാൻ? ഇവിടെ അത് ആക്ച്വലി വെരി സിമ്പിളാണ്. അതായത് കഴിഞ്ഞ പോലെ എവിടെ നിന്ന് നിന്നോ അവിടെ നിന്ന് തന്നെ തുടങ്ങിയ പോലെയാണ്. പെട്ടെന്നൊരു സ്റ്റാർട്ട് പോലെ തോന്നിയിട്ടില്ല. കാരണം 6-ാം തീയതി നമ്മൾ ഇവിടെ എത്തുമ്പോൾ വീണ്ടും എല്ലാവരെയും കാണാൻ നേരത്ത് ആ കഴിഞ്ഞ പോലെ നിർത്തിയതിൻ്റെ ഒരു വൈബ് തന്നെ വീണ്ടും പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര സ്മൂത്തായിരുന്നു. അല്ല ഓവറായിട്ട് ചിന്തിക്കേണ്ട അങ്ങനെയൊന്നും ആവശ്യം വന്നിട്ടില്ല. വെരി കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഇപ്പം കുറച്ച് അഡീഷനും കൂടെ ഇപ്പം ഒബ്വിയസ്ലി നമ്മുടെ ഓപ്ഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്ലേയേഴ്സ് മാറും. പക്ഷെ അവർ വന്ന പ്ലേയേഴ്സും ഭയങ്കര നമ്മുടെ ടീമായിട്ട് ജെല്ലായി പോകുന്ന ഒരു ഇപ്പം. അപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിരുന്നു. വെരി കംഫർട്ടബിൾ. എന്താ പറയുന്നത്, ഭയങ്കര ഫ്രീ ആയിട്ട് തോന്നി. അപ്പം ഫോർ എ ടീം അത് ഭയങ്കര ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇവിടെ വന്നപ്പോൾ തൊട്ടുള്ള അല്ലെങ്കിൽ ഇതിനു മുന്നേ ഈ ക്രിക്കറ്റ് ലൈഫിൽ ക്രിക്കറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള ഏതെങ്കിലും ഒരു വളരെ മെമ്മറബിൾ ആയിട്ട് ഒരിക്കലും മറക്കില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിരുന്നോ? ലൈക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആക്കിയിട്ടുള്ള ഏതെങ്കിലും മൊമെന്റ്സ് ഉണ്ടോ? അത് ഞാൻ അണ്ടർ-19 കളിക്കുമ്പോഴാണ് എൻ്റെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്. വിദർഭമായിട്ടുള്ള മാച്ച്. അതായത് ലാസ്റ്റ് സെഷനിൽ നമുക്കൊരു 7 വിക്കറ്റ് വേണം. 4 ഡേ മാച്ചാണ്. അപ്പം 7 വിക്കറ്റ് എടുത്താലേ നമ്മൾ ക്വാളിഫൈ ചെയ്യത്തുള്ളൂ. അപ്പം അതുവരെ ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും ഇല്ലായിരുന്നു. പക്ഷെ എങ്ങനെയോ അവിടെ എത്തി. അപ്പം ലാസ്റ്റ് സെഷനിൽ എനിക്കൊരു 7 വിക്കറ്റിൽ 6 വിക്കറ്റ് എടുത്തിട്ട് ആ മാച്ചിൽ എനിക്ക് 8 വിക്കറ്റ് ഉണ്ട്. ആ ഇന്നിങ്സിൽ, മാച്ചിൽ 11 വിക്കറ്റോ. അപ്പം ആ ഒരു ജയിപ്പിച്ചതിൻ്റെ ഫീല്, നമ്മൾ കേരളം ആദ്യമായിട്ട് അണ്ടർ-19 എലൈറ്റിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത്, ക്വാർട്ടർ ഫൈനൽസ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലൊരു ഭാഗം ആ പെട്ടതിലും ആ മാച്ച് ജയിപ്പിക്കാൻ പറ്റിയതിൽ ഒരു ഇമോഷൻസ് ദാറ്റ് വാസ് അത് വീണ്ടും അങ്ങനെ അതിനുവേണ്ടിയാണ് കളിക്കുന്നത്. ആ ഒരു ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ. ഇപ്പം തോക്കുവാണെങ്കിലും ജയിക്കുവാണെങ്കിലും ഓരോ ഇമോഷൻസാണ്. ആ ഒരു ഇമോഷൻസിൽ ഒരു കിക്ക് കിട്ടില്ലേ, അതിനാണ് കളിക്കുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് ഇൻസിഡൻസ് ഉണ്ട്. പക്ഷെ ഇതാണ് എൻ്റെ ഏറ്റവും മെമ്മറബിൾ. ഇപ്പോൾ പുതിയതായിട്ട് കുറെ കുട്ടികൾ വരുന്നുണ്ട് ക്രിക്കറ്റ് ഫീൽഡിലേക്ക്. കുറെ പേർക്ക് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോസിൽ കണ്ടു, കുറെ പേർക്ക് അവരുടെ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ കുറെ പ്രശ്നങ്ങളുള്ള കുട്ടികൾ, പക്ഷെ സ്റ്റിൽ ക്രിക്കറ്റിലേക്ക് എത്തണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് വരുന്ന കുട്ടികളുണ്ട്. കിറ്റിന്റെ കാര്യത്തിനാണെങ്കിലും ക്രിക്കറ്റ് കിറ്റിന്റെ കാര്യത്തിലാണെങ്കിലും വീട്ടിൽ പറയുമ്പോഴത്തേക്കും അതിനുള്ള സാഹചര്യം ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. പക്ഷെ എങ്കിലും ഉള്ളത് വെച്ചിട്ടൊക്കെ അവര് ക്രിക്കറ്റ് ഫീൽഡിലേക്ക് എത്താൻ കുറെ താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവരോട് എന്താണ് പറയാനുള്ളത്? ഇത്രയും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിക്കറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം കൊണ്ട് ഇതൊക്കെ ചെയ്യാം, അങ്ങനെ എന്താണ് പറയാനുള്ളത്? അത് ലൈഫിൽ തന്നെ ഇപ്പം ക്രിക്കറ്റ് മാറ്റിയാൽ തന്നെ കുറെ ഒബ്സ്റ്റക്കിൾസ് വരും. അതേപോലെ ചിലപ്പം ചില സൈഡിൽ നിന്ന് സപ്പോർട്ട് കിട്ടത്തില്ല, ചില ഫാമിലീസ് സപ്പോർട്ട് ചെയ്യും. അപ്പം എനിക്ക് പറയാനുള്ള ഫസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്. അപ്പം നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ, ചില സമയത്ത് വി ആർ ഇൻ ടോപ്പ് ആൻഡ് ദ നെക്സ്റ്റ് മൂമെന്റ് വിൽ ഗോ റൈറ്റ് ബാക്ക് ഡൗൺ. അപ്പം അതേപോലെ തന്നെ കാണും. അപ്പം യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. മറ്റേ ഔട്ട്സൈഡ് നോയ്സ്, നെഗറ്റീവ് നോയ്സ്, യു നീഡ് ടു കീപ് ക്ലോസ് യുവർ ഇയേഴ്സ് and focus on what you believe in the process. If you believe in yourself, എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടെത്തും. അത് പലവർക്കും പല രീതിയായിരിക്കും. അതുകൊണ്ട് എപ്പോഴും എല്ലാവരുടെയും കയ്യിൽ നിന്ന് കേട്ട് ഇരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു നമുക്ക് ഉള്ളിലൊരു വോയിസ് എപ്പോഴും കാണും, അതിനെ വിശ്വസിച്ച് പോവുക. ഏത് ടൈം തൊട്ടാണ് ക്രിക്കറ്റിനോടുള്ള ഒരു പാഷൻ, ആ ഒരു അട്രാക്ഷൻ, അഫെക്ഷൻ ഒക്കെ തോന്നി തുടങ്ങിയത്? ലൈക്ക് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയ ആ ഒരു സ്റ്റാർട്ടിങ് ജേർണി? ലൈക്ക് അണ്ടർ-19 ക്രിക്കറ്റിലേക്ക് കയറി? എനിക്ക് ഓർമ്മ വെക്കുന്ന പ്രായം മുതലേ എനിക്ക് എസ്പെഷ്യലി സ്പോർട്സിനോട്, ക്രിക്കറ്റിനല്ല സ്പോർട്സിനോട്. അതായത് അച്ഛൻ RBI ജോലി. അപ്പം നമ്മൾ ഈ ക്വാർട്ടേഴ്സിൽ താമസിച്ചിട്ടുണ്ട്. അപ്പം അവിടെ കുറേ ചേട്ടന്മാരുണ്ട്. എനിക്കൊരു ചേട്ടനുണ്ട്. അപ്പം എനിക്ക് അവനെ എപ്പോഴും കളിയിലോട് ഭ്രാന്ത് തന്നെയാണ്. അത് ഏത് സ്പോർട്ടും ആയിക്കോട്ടെ, ഫുട്ബോൾ ആണെങ്കിലും ബാഡ്മിൻ്റൺ ആണെങ്കിലും ഇങ്ങനെ ഓടി നടന്ന് കളിച്ചുകൊണ്ടിരിക്കും. അപ്പം കളിക്കുന്നതിൽ അച്ഛനമ്മ ഒന്നും പറയാറില്ല. ഇവർ ശരീരം അനക്കി ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, കളിച്ചോ. അപ്പം മെയിനായിട്ട് അവിടെ കളിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ക്വാർട്ടേഴ്സിൽ ക്രിക്കറ്റായിരുന്നു. അപ്പോൾ അതാണ് ഇച്ചിരി കളിച്ചത്. പിന്നെ നാട്ടിൽ പോകുന്ന നേരത്തും കുറേ കണ്ടവും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ മെയിനായിട്ട് ക്രിക്കറ്റ് തന്നെയായിരുന്നു. അതിലാണ് കുറച്ചും കൂടെ ഒന്ന് ഇത് കയറിയത്. പിന്നെ ഈ ക്രിക്കറ്റ് ഞാൻ ഒരു 4-5 വയസ്സൊക്കെ ആകുമ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ
വലിയ ചേട്ടന്മാരായിട്ടായിരുന്നു. ആ സമയത്ത് 14-15 വയസ്സ് ഉള്ള ചേട്ടന്മാരായിട്ട് എനിക്ക് ആ സമയത്ത് ഫീൽഡിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ചേട്ടന്മാരായിട്ട് കളിക്കുന്ന ആ ഒരു വാശിയും ഇതൊക്കെ കണ്ടിട്ട് കുറേ ചേട്ടന്മാർ, ആ ചേട്ടന്മാരുടെ അച്ഛന്മാരൊക്കെ എൻ്റെ അച്ഛനിടുകയും അമ്മയെടുത്തും ചെന്ന് പറയുമായിരുന്നു ഇവർക്കൊന്ന്, അതായത് എൻ്റെ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു, ക്രിക്കറ്റ് ക്യാമ്പിൽ അല്ലെങ്കിൽ കോച്ചിങ്ങിന് വിട്ടൂടെ. അങ്ങനെയാണ് ആ തുടക്കം. ഞാനൊരു 9-ാം വയസ്സിൽ ക്രൈസ്നറിൽ ലേറ്റ് രാജേഷ് സാർ ഉണ്ടായിരുന്നു, അവരുടെ അടുത്ത് ഞാൻ കോച്ചിങ് ക്ലാസ്സിന് പോകുന്നത്. പിന്നെ ഒരു 10-ാം വയസ്സാകുമ്പം അച്ഛന് ട്രാൻസ്ഫറായി ബാംഗ്ലൂരിലേക്ക്. അച്ഛൻ RBIയിലാണ് ഈ ട്രാൻസ്ഫർ ജോലിയാണ്. അവിടെ നിന്നാണ് കുറച്ചും കൂടെ ഒരു ഇത് കിട്ടുന്നത് എനിക്ക്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത്രയും വലിയ അക്കാഡമി. പിന്നെ അത് തന്നെ കൊച്ചിലെ മുതൽ 13, 15, 17 ഞാൻ കർണാടക വേണ്ടി കളിച്ചു. പക്ഷേ അതായിരുന്നു അവിടെ അധികം ചാൻസ് ഇല്ല. അങ്ങനെയാണ് പിന്നെ തിരിച്ച് കേരളയിൽ വരുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതാണ് ചെറിയൊരു കഥ.